നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവരക്കണക്ക്. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ വളരെ ഈസി ആയൊരു ചാപ്റ്ററാണ്. നമുക്ക് അത്യാവശ്യം ഒന്ന് കൂട്ടാനും ഗുണിക്കാനും ഒക്കെ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു 5 മാർക്ക് ഇതിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. നാം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആവറേജ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ശരാശരി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്താണ് ഈ ശരാശരി എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന 5 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ആ 5 കുട്ടികളുടെ ഹൈറ്റ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ 5 കുട്ടികളുടെ ഉയരം അത് സെന്റിമീറ്ററിൽ എഴുതിയിട്ടുണ്ട്. അതായത് 160 സെന്റിമീറ്റർ ആദ്യത്തെ കുട്ടി, അടുത്ത കുട്ടി 147. അങ്ങനെ ഞാൻ 5 കുട്ടികളുടെ ഹൈറ്റ് ഇവിടെ എഴുതി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഏറ്റവും ഉയരമുള്ള കുട്ടി ഇതിൽ ഏതാണ്. ഇവിടെ നോക്കിയാൽ 160 സെന്റിമീറ്റർ ഉയരമുള്ള കുട്ടിയുണ്ട് അല്ലേ. അതാണ് ഏറ്റവും ഉയരമുള്ള കുട്ടി. ഇനി ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടിയോ 147 സെന്റിമീറ്റർ അല്ലേ. ഇതാണ് ഏറ്റവും ഉയരം കുറഞ്ഞ കുട്ടി. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ ഉയരത്തിന്റെ ആവറേജ് ശരാശരി നമുക്ക് കാണണം. ഈ 5 കുട്ടികളുടെ ശരാശരി ഉയരം എത്രയാണ് എന്ന് കാണണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ഈ 5 കുട്ടികളുടെയും ഹൈറ്റ് എന്ത് ചെയ്യുക? കൂട്ടുക അല്ലേ. 5ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 5 7 അല്ലേ. അപ്പൊ നമുക്ക് 775. ഇനി ആകെ എത്ര കുട്ടികളുണ്ട് ഇവിടെ? 5 കുട്ടികളുണ്ട് അല്ലേ. അപ്പൊ മൊത്തം ഉയരം ഈ 5 കുട്ടികളുടെ ആകെ ഉയരം 775 സെന്റിമീറ്റർ ആണ്. ആ 775 അതായത് 775 നമ്മൾ മൊത്തം കുട്ടികളുടെ എണ്ണം, ആ 5 കുട്ടികളാണ്, നമുക്ക് എത്ര കിട്ടും? 155 അല്ലേ. 155 കിട്ടി. അപ്പോൾ ഇതാണ് ഈ കുട്ടികളുടെ ആവറേജ് ഹൈറ്റ്. മനസ്സിലായില്ലേ? അതായത് ആവറേജ് കാണണമെങ്കിൽ ഇപ്പൊ ആവറേജ് A = മൊത്തം കൂടി കൂട്ടുക, അതായത് സം ബൈ എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അതായത് സം ബൈ നമ്പർ. ഇതാണ് ആവറേജ്. അപ്പോൾ എപ്പോഴും ആവറേജ് എന്തായിരിക്കും? ഏറ്റവും വലിയ അളവ് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ വലുതായിരിക്കും അല്ലേ. അതായത് ഏറ്റവും വലുതിനും ഏറ്റവും ചെറിയ അളവിനും ഇടയിലായിരിക്കും നമ്മുടെ ആവറേജ് എപ്പോഴും വരിക. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ആവറേജ് = സം ബൈ നമ്പർ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ആവറേജിനെ മൊത്തം നമ്പർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഈ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ സം A × നമ്പർ. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ ചില പരീക്ഷകളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ വേറൊരു ടേബിൾ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടികളുണ്ട്. 20 കുട്ടികൾക്ക് ഇപ്പോൾ മാത്സ് ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ കിട്ടിയ മാർക്കാണിത് അല്ലേ. 40 മാർക്കിൽ നമ്മൾ ടെസ്റ്റ് പേപ്പർ നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കുകൾ ഓക്കെ. 28 മാർക്ക് കിട്ടിയ എത്ര കുട്ടികൾക്ക്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര കുട്ടികൾക്ക്? 2 കുട്ടികൾക്ക്. 31 മാർക്ക് 4 കുട്ടികൾക്ക്. 32 മാർക്ക് 5 കുട്ടികൾക്ക്. പിന്നെ അങ്ങനെ മാർക്കുകൾ കിട്ടിയ അവസാനം 40 ഫുള്ള് കിട്ടിയ എത്ര കുട്ടികൾക്ക്? 2 കുട്ടികൾക്ക് അല്ലേ. ഇതാണ് കിട്ടിയ മാർക്കുകൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് കിട്ടിയ ആവറേജ് മാർക്ക് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൂട്ടിയിട്ട് നമുക്ക് 775 കിട്ടി, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെയൊക്കെ ഒരു കുട്ടിക്ക് അല്ലേ, ഒരു കുട്ടിയുടെ ഹൈറ്റാണ് 160, അടുത്ത കുട്ടിക്ക് 147 അല്ലേ, അത്രേ ഉണ്ടായുള്ളൂ. ഇവിടെ നോക്കിയാൽ 28 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയല്ലേ ഉള്ളത്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട് അല്ലേ. ഇവിടെയാണെങ്കിൽ 31 മാർക്ക് വാങ്ങിയ 4 കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാത്രം കൂടി കൂട്ടിയാൽ ശരിയാവില്ല അല്ലേ, നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? 28 മാർക്ക് വാങ്ങിയ 2 കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ 2 × 28. അപ്പോൾ ഈ 2 കുട്ടികളും കൂടി എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട്? 56 മാർക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ. അതുപോലെ 4 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്? 31 മാർക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 4 × 31 ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ വാങ്ങിയ ഈ 4 കുട്ടികൾ വാങ്ങിയ മാർക്ക് കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ എന്ത് വേണം? ഇതുകൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് കിട്ടുക. അറിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ കള്ളിയെ നമ്മൾ ഒന്നും കൂടി ഇങ്ങോട്ട് വലുതാക്കാം. ഇനി നോക്കിയാൽ ടോട്ടൽ മാർക്ക്. അതായത് ഈ മൊത്തം മാർക്ക് എത്രയായിരിക്കും? 28 അല്ലേ. 28 മാർക്ക് കിട്ടിയ 2 കുട്ടികളുണ്ട്. ഇവിടെ 31 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്. 32 മാർക്ക് കിട്ടിയ 5 കുട്ടികളുണ്ട്. 34 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്. 38 മാർക്ക് കിട്ടിയ 3 കുട്ടികളുണ്ട്. 40 മാർക്ക് വാങ്ങിയ 2 കുട്ടികളുണ്ട് അല്ലേ.
അപ്പോൾ 28 ഇൻറ്റു 2 എത്ര കിട്ടും? 56. ഇനി 31 ഇൻറ്റു 4 124. അടുത്തത് 32 ഇൻറ്റു 5 അല്ലേ 160. 34 ഇൻറ്റു 4 136. 38 ഇൻറ്റു 3 114. 40 ഇൻറ്റു 2 80. മനസ്സിലായില്ലേ? ഇനി നോക്കിയേ, അപ്പം ഇതാണ് ഈ കുട്ടികൾ എല്ലാവരും കൂടി വാങ്ങിയ മാർക്കുകൾ. അപ്പോൾ ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് കൂട്ടി നോക്കിയേ. 6 4 10 10 20 0 7 6 അല്ലേ 6 670. അപ്പോൾ നമുക്ക് 670 കിട്ടി. അപ്പോൾ ഈ 20 കുട്ടികളും കൂടി വാങ്ങിയ മാർക്ക് എത്രയാണ്? 670 മാർക്ക് വാങ്ങി അല്ലേ? ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നോക്കിയാൽ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇങ്ങനെ ആട്ടിയിട്ട് ഇത് ടോട്ടൽ ഇതെത്ര സ്റ്റുഡൻസ് ഉണ്ട്? 2 4 6 6 4 10 15 5 20 അല്ലേ? അപ്പോൾ 20 സ്റ്റുഡൻസ്. അപ്പോൾ ഇവിടെ 20 കുട്ടികളും കൂടി എത്ര മാർക്ക് വാങ്ങി? 670 മാർക്ക് വാങ്ങി അല്ലേ? അപ്പോൾ നമുക്ക് ആവറേജ് എങ്ങനെ കാണാം? ആവറേജ് സീക്വൽ ടു നമുക്കറിയാം സമ്മ് ബൈ എൻ അല്ലേ? സം എത്രയാണ്? 670 മാർക്ക് വാങ്ങി ബൈ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 20 സ്റ്റുഡൻസ്. അപ്പോൾ 0 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 67/2. 67/2 എന്ന് പറഞ്ഞാൽ 33.5. 33.5 മാർക്കാണ് ഇവരുടെ ആവറേജ് മാർക്ക്. അപ്പോൾ ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടിയതാണ് 28 അല്ലേ? ഏറ്റവും കൂടുതൽ കിട്ടിയ ആളായിരുന്നു 40. അപ്പോൾ ഇതിൽ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 33.5 മാർക്കാണ് ഈ ആവറേജ് മാർക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? സമ്മ് അതായത് തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? നമ്മൾ തുക എടുത്തു, തുകയെ നമ്മൾ എണ്ണം എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആവറേജ് എന്ന് പറയുക അല്ലേ? അതായത് ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മാത്സിൽ അതായത് കണക്കിൽ ഇതിനെ ആവറേജ് എന്നല്ല പറയുക. സാധാരണ കണക്കിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ അരിതമെറ്റിക് മീൻ എന്നാണ് പറയുക. അരിതമെറ്റിക് മീൻ എന്നാണ് ഇതിനെ പറയുന്നത്. മാത്സിൽ പറയുമ്പോൾ അരിതമെറ്റിക് മീൻ എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇതിൻ്റെ മലയാളം വാക്ക് മാധ്യം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്താണ്? ഇതിൻ്റെ മാധ്യം കാണുക അല്ലെങ്കിൽ മീൻ കാണുക എന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 238 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണിത്? In a 2020 match, 51 runs were scored in the first 5 overs. What is the mean run rate then? ഇതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഒരു 2020 ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 5 ഓവറിൽ എത്ര റൺസ് നേടി? 51 റൺസ് 51 റൺസ് നേടി. അങ്ങനെയാണെങ്കിൽ അപ്പോഴത്തെ റൺ റേറ്റ് വാട്ട് ഈസ് ദ മീൻ റൺ റേറ്റ്? അതിൻ്റെ മീൻ റൺ റേറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ക്രിക്കറ്റായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയും അല്ലേ? അപ്പോൾ ഇനി നമുക്ക് റബ്ബർ ഷീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ പെട്ടെന്ന് പറയും, എനിക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ റൺ റേറ്റ് അല്ലേ? മീൻ റൺ റേറ്റ് ആണ് കാണുന്നത്. മീൻ റൺ റേറ്റ് ഈക്വൽ ടു എന്ത് വരും? ആകെ എത്ര റൺസ് എടുത്തവർ അല്ലേ? അതായത് ടോട്ടൽ നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ റൺസ് ബൈ എത്രയാണ്? എത്ര ഓവർ ഉണ്ടെന്ന് അല്ലേ? ബൈ ഓവർ. എത്ര ഓവർ ബൗൾ ചെയ്തു അത്രയും ഓവർ. അതായത് ഇവിടെ എത്ര ടോട്ടൽ റൺസ് എത്ര കിട്ടിയെന്ന് പറഞ്ഞ് 51 റൺസ് കിട്ടി. എത്ര ഓവറിൽ? 5 ഓവറിൽ അല്ലേ? 5 ഓവറിൽ 51 റൺസ്. അപ്പോൾ 51/5 അതായത് സം ബൈ നമ്പർ അല്ലേ? സം എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ റൺസ് 51, എത്ര ഓവർ? നമ്പർ 5 ഓവർ. സീക്വൽ എത്ര വരും? അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം, പിന്നെ 0.2 10ൽ 2 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് 10.2 ഇതാണ് ഇപ്പോഴത്തെ റൺ റേറ്റ്. അപ്പോൾ 10.2 റൺസ് എപ്പോൾ? പെർ ഓവർ. ഒരു ഓവറിൽ 10.2 റൺസ് വെച്ചിട്ട് ഇവർ എടുക്കുന്നുണ്ട്. ഇനി എന്താണ് അതിൻ്റെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ അതിൽ. ഇഫ് ദിസ് റൺ റേറ്റ് ഈസ് മെയിൻറ്റൈൻഡ് വാട്ട് ഈസ് ദി ടോട്ടൽ ദ ക്യാൻ എക്സ്പെക്ട്? ഈ റൺ റേറ്റ് ഇതേപോലെ തന്നെ പോവുകയാണെങ്കിൽ അല്ലേ? വേഗം ഒന്ന് ഔട്ടാവാതെ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കാണ്ട് ഇതേ രൂപത്തിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ 20 ഓവറിൽ എത്ര റൺസ് നമുക്ക് കിട്ടുമെന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അതായത് എക്സ്പെക്റ്റഡ് റൺ റേറ്റ്. അപ്പോൾ നമുക്കിവിടെ എക്സ്പെക്റ്റഡ് റൺ റേറ്റ്
എത്ര കിട്ടും നമുക്ക്? ഇപ്പോൾ ഒരു ഓവറിൽ 10.2 റൺസ് വെച്ച് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 10.8 റൺസ് വെച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ എത്ര ഓവറാണ്? 20 ഓവറിൽ അല്ലേ? അപ്പോൾ 20 ഓവറിൽ എത്ര കിട്ടും? 10.2 ഇൻറ്റു 20 അല്ലേ? അപ്പോൾ നമുക്ക് പോയിന്റ് ആദ്യം മാറ്റി നിർത്തിയിട്ട് 102 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 204 കിട്ടി അല്ലേ? 204 കിട്ടി. ഇനി നോക്കിയാൽ ഒരു 0 കൂടിയും വരും അല്ലേ? 0 കൂടി ഇവിടെ ഇടണം. പക്ഷെ എന്ത് വേണം? ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ ഈ ഇതങ്ങോട്ട് പോയി കിട്ടി അല്ലേ? ഈ 0 പോയി കിട്ടി. അപ്പോൾ ബാക്കി എത്ര വന്നു? 104 റൺസ്. അപ്പോൾ ഈ 20 ഓവറിൽ എത്ര റൺസ് നമുക്ക് കിട്ടും? 204 റൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഇവിടെ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. എന്താണ്? ദി ടേബിൾ ബിലോ ഷോസ് ദി ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്പ്ഡ് അക്കോർഡിംഗ് ടു ദയർ മാർക്സ് ഇൻ എ മാത്ത് ടെസ്റ്റ് അല്ലേ? അതായത് ഇവിടെ നമുക്കൊരു ക്ലാസ്സിൽ നടത്തിയ കണക്ക് പരീക്ഷയിൽ കിട്ടിയ മാത്സിന് കിട്ടിയ മാർക്കിൻ്റെ ഈ ടേബിളാണ് ഈ കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ നോക്കിയാൽ 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 3 മാർക്ക് കിട്ടിയ 2 കുട്ടി, അങ്ങനെ നമുക്ക് 10 മാർക്ക് കിട്ടിയ 2 കുട്ടി അല്ലേ? അങ്ങനെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി മീൻ മാർക്സ് ഓഫ് ദി ക്ലാസ്? ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മീൻ മാർക്ക് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിയാൽ മീൻ മാർക്ക് കണ്ടുപിടിക്കലെന്ന് നോക്കിയാൽ ഇവിടെ 2 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുണ്ട് ഒരു കുട്ടിയുള്ളൂ അല്ലേ? പക്ഷെ 3 മാർക്ക് വാങ്ങിയ 2 കുട്ടികളുണ്ട്, 4 മാർക്ക് വാങ്ങിയ 5 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം? ഈ കുട്ടികൾ മൊത്തം വാങ്ങിയ ഇവർ എല്ലാവരും കൂടി വാങ്ങിയ ടോട്ടൽ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കോളം കൂടി വരയ്ക്കുക. എന്നിട്ട് എന്ത് എഴുതാം? ടോട്ടൽ മാർക്സ്. ടോട്ടൽ മാർക്സ്. അപ്പോൾ ടോട്ടൽ മാർക്സ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? 2 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി അല്ലേ? അതായത് 2 ഇൻറ്റു 1 2 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി, പിന്നെ 3 മാർക്ക് വാങ്ങിയ 3 ഇൻറ്റു 2 2 കുട്ടികൾ, പിന്നെ 4 മാർക്ക് എത്ര കുട്ടികൾ വാങ്ങി? 5 കുട്ടികൾ വാങ്ങി, 5 മാർക്ക് 4 കുട്ടികൾ വാങ്ങി, പിന്നെ 6 മാർക്ക് 6 കുട്ടികൾ വാങ്ങി, 7 മാർക്ക് 11 കുട്ടികൾ വാങ്ങി, 8 മാർക്ക് 10 കുട്ടികൾ വാങ്ങി, 9 മാർക്ക് വാങ്ങിയ 4 കുട്ടികൾ, പിന്നെ 10 മാർക്ക് വാങ്ങിയ 2 കുട്ടികൾ അല്ലേ? ഇനി 2 ഇൻറ്റു 1 2 ഇൻറ്റു 1 2, 3 ഇൻറ്റു 2 6, 4 ഇൻറ്റു 5 20, 5 ഇൻറ്റു 4 20, 6 ഇൻറ്റു 6 36, പിന്നെ 7 ഇൻറ്റു 11 77, ഇനി 8 ഇൻറ്റു 10 80, 9 ഇൻറ്റു 4 36, 10 ഇൻറ്റു 2 20. അപ്പോൾ ഈ കുട്ടികളെല്ലാവരും കൂടി എത്ര മാർക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഇത്ര മാർക്ക് വാങ്ങി എല്ലാ കുട്ടികളും കൂടിയിട്ട് അല്ലേ? ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ? അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞു അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ടോട്ടൽ ഒരു കോളം അടിയിൽ വരച്ചു, ടോട്ടൽ എഴുതി. ഇനി ചിൽഡ്രൻ എത്ര കുട്ടികളുണ്ട് ഇവിടെ? അപ്പോൾ കുട്ടികളുടെ എണ്ണം ഒന്ന് കൂട്ടി നോക്കാം. എത്ര കിട്ടിയെന്ന് നോക്കിയേ? 5 4 അല്ലേ? 45. അപ്പോൾ നമുക്കിവിടെ 45 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അവർ ഈ 45 കുട്ടികളും കൂടി വാങ്ങിയ മാർക്ക് എത്രയാണ്? ഇത് നമ്മൾ കൂട്ടി വയ്ക്കാൻ മതി അല്ലേ? അപ്പോൾ എല്ലാവരും എത്ര കിട്ടുന്നുണ്ടെന്ന് കൂട്ടി നോക്കിയേ. 297 അല്ലേ? അപ്പോൾ 297. അപ്പോൾ 297 മാർക്കാണ് മൊത്തം ഈ 45 കുട്ടികളും കൂടി വാങ്ങിയത് അല്ലേ? ഇനി നമുക്ക് എളുപ്പം മീൻ കണ്ടുപിടിച്ചൂടെ? മീൻ ഈസ് ഈക്വൽ ടു, അതായത് സം ബൈ നമ്പർ ആണ് അല്ലേ? ഇവിടെ ടോട്ടൽ കിട്ടിയ മാർക്ക് എത്രയാണ്? 297 മാർക്ക് വാങ്ങി. 297 ബൈ എത്ര കുട്ടികളുണ്ട്? നമ്പർ എത്ര കുട്ടികളുണ്ട്? 45 കുട്ടികൾ. അപ്പോൾ 297 ബൈ 45 എല്ലാവരും ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. എത്ര കിട്ടി? 6.6 അല്ലേ? അപ്പോൾ 6.6 മാർക്കാണ് എന്തിൻ്റെ? ഈ കുട്ടികളുടെ മീൻ മാർക്ക് അല്ലേ? അതായത് ആവറേജ് മാർക്ക്. ഇനി ഹൗ മെനി ഗോട്ട് ലെസ് മാർക്സ് ദാൻ ദി മീൻ? അതായത് മീൻ മാർക്കിനേക്കാൾ കുറവ് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ മീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ മാധ്യം അല്ലേ? മാധ്യത്തേക്കാൾ കുറവ് കിട്ടിയ എത്ര കുട്ടികളുണ്ടെന്ന്. മാധ്യത്തിന് മാർക്ക് എത്രയാണ്? 6.6 അല്ലേ? അപ്പോൾ അതിനേക്കാൾ കുറവ് മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ 6.6 ഇവിടെ വരും. നോക്കിയേ, ഇത് 6 മാർക്ക്, ഇത് 7 മാർക്ക് അല്ലേ? അപ്പോൾ 6.6 എന്ന് വെച്ചാൽ ഇവിടെ വരും അല്ലേ? അപ്പോൾ ഇത്രയും മാർക്കിനേക്കാൾ കുറവ് കിട്ടിയ കുട്ടികൾ എത്ര പേരുണ്ട്? ഇത്രയും പേര് അല്ലേ? ശരിയല്ലേ? ഇവിടെയാണ് 6 മാർക്ക്, ഇത് 6.6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത്ര കുട്ടികൾ, അതായത് 6 4 10 15 3 18 കുട്ടികൾ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ആൻസർ എത്രയാണ്? ഇതും കൂടി കൂട്ടുക അല്ലേ? അതായത് 18 കുട്ടികൾ. 18 നമ്പേഴ്സ്. ഇനി അതിലടുത്ത് എന്താണ് ചോദിച്ചിട്ടുള്ളത്?
ഹൗ മെനി ഗോട്ട് മോർ മാർക്സ് ദാൻ ദി മീൻ. മീനിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിയ എത്ര പേരുണ്ട്? മീൻ മാർക്ക് എത്രയാണ്? 6.6 അല്ലേ? അപ്പോൾ 6.6നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയ ഇത്രയും അല്ലേ, ഇതാണ് 6.6. അതായത് ഇത്രയും കുട്ടികൾക്ക് 6.6നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി അല്ലേ? എത്ര കുട്ടികളുണ്ടത്? 4ഉം 2 6ഉം 7ഉം 10ഉം 17ഉം 10ഉം 27 അല്ലേ? അപ്പോൾ 27 കുട്ടികൾ. അപ്പോൾ 27 കുട്ടികൾക്ക് എന്ത് കിട്ടി? മീനിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ദി ഡീറ്റെയിൽസ് ഓഫ് റബ്ബർ ഷീറ്റ്സ് എ ഫാർമർ ഗോട്ട് ഡ്യൂറിംഗ് എ മന്ത് ആർ ഷോൺ ബിലോ. അതായത് ഒരു ഫാർമർ, ഒരു കൃഷിക്കാരന് ഒരു മാസം കിട്ടിയ ഈ റബ്ബറിന്റെ അല്ലെങ്കിൽ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അതിന്റെ ടേബിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി എന്താണ് ചോദ്യം? ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് റബ്ബർ ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ഇൻ ദിസ് മന്ത്. അതായത് ഈ മാസത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ റബ്ബർ ഷീറ്റിന്റെ അതിന്റെ ആവറേജ്, അതായത് മാധ്യം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഈ മാസത്തിൽ ആ കർഷകൻ നോക്കിയാൽ 3 ദിവസം 9 കിലോഗ്രാം റബ്ബർ ഷീറ്റ് 3 ദിവസം കിട്ടി. 4 ദിവസത്തിൽ എത്ര കിട്ടി? 10 കിലോഗ്രാം റബ്ബർ വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് 4 ദിവസം കിട്ടി. പിന്നെ 11 കിലോഗ്രാം വെച്ചിട്ട് 3 ദിവസം കിട്ടി അല്ലേ? അങ്ങനെ 30 ദിവസം. ഒന്ന് കൂട്ടി നോക്കിയാൽ 30 ഇല്ലേ നോക്കിയേ? 30 അല്ലേ? അപ്പോൾ 30 ദിവസം കിട്ടിയ റബ്ബർ ഷീറ്റുകളുടെ കണക്കാണ് കിലോഗ്രാമിൽ തന്നിട്ടുള്ളത് അല്ലേ? ഇനി എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അദ്ദേഹത്തിന് കിട്ടിയ ഈ റബ്ബർ ഷീറ്റിന്റെ മാധ്യം, അതായത് അതിന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഉടനടി അടുത്ത ഒരു കോളം കൂടി വരയ്ക്കണം വേണ്ടേ? അതായത് ഇപ്പോൾ 9 കിലോ വെച്ചിട്ട് 3 ദിവസം കിട്ടി അല്ലേ? അതുപോലെ 10 കിലോ വെച്ചിട്ട് 4 ദിവസം കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ ടോട്ടൽ റബ്ബറിന്റെ അളവ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ടോട്ടൽ റബ്ബർ, അത് കിലോഗ്രാമിൽ. അതെന്താ ചെയ്യാറ്? നമ്മൾ ഇതിനെ 9 കിലോഗ്രാം വെച്ച് 3 ദിവസം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 9 × 3, 9 × 3. ഇനി 10 കിലോഗ്രാം വെച്ചിട്ട് 4 ദിവസം, 10 × 4, 11 × 3, 12 കിലോ വെച്ചിട്ട് 3 ദിവസം, 13 കിലോ വെച്ചിട്ട് 5 ദിവസം, 14 കിലോ വെച്ചിട്ട് 6 ദിവസം, 16 കിലോ വെച്ചിട്ടും 6 ദിവസം അല്ലേ? ഇപ്പോഴാണ് നമുക്ക് ടോട്ടൽ എത്ര കിലോഗ്രാം മൊത്തം കിട്ടിയെന്ന് കണക്ക് കിട്ടുക അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണിത്. അത്യാവശ്യം നമുക്കത് കൂട്ടാനും ഗുണിക്കാനും മാത്രം അറിഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ നോക്കിയാൽ ഇനി വേഗം ഒന്ന് ഗുണിച്ചിട്ട് 9 × 3 27, 10 × 4 40, 11 × 3 33, 12 × 3 36, 13 × 5 65. നിങ്ങൾ വേഗം ചെയ്ത് കൊളാക്കണ്ട. ഗുണിക്കാൻ സംശയമുള്ളവർ സാവധാനം ഗുണിച്ച് ഇടട്ടോ. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്കാണ്. അത് നമ്മൾ വെറുതെ അതൊന്നും കാട്ടിയിട്ട് കളയാൻ പാടില്ല. ഇനി 14 × 6 എത്ര വരും? 84. ഇനി 16 × 6 60, 96 അല്ലേ? 96. അപ്പോൾ നമുക്ക് ടോട്ടൽ റബ്ബർ കിട്ടി അല്ലേ? അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ ടോട്ടല് ഇത് ഒന്ന് കൂട്ടി നോക്കിയാൽ എത്ര കിട്ടും എന്നുള്ളത് തെറ്റാതെ കൂട്ടാ. 381 കിട്ടി അല്ലേ? 381 കിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദിവസം ആവറേജ് എത്ര കിലോഗ്രാം കിട്ടിയിട്ടുണ്ടാവും? ഇദ്ദേഹത്തിന് നോക്കിയാൽ 30 ദിവസം കൊണ്ട് 381 കിലോ കിട്ടി അല്ലേ? 30 ദിവസത്തിൽ മൊത്തം 381 കിലോ കിട്ടി അല്ലേ? അപ്പോൾ അതിൻ്റെ മീൻ നമ്മൾ എങ്ങനെ കാണും? മീൻ അല്ലേ? മീൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്തെന്ന് എഴുതാം? ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് റബ്ബർ പെർ ഡേ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു വരും 381 അല്ലേ? സം എത്രയാണ്? 381 ബൈ നമ്പർ 30. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 0 ഒഴിവാക്കിയിട്ട് ആദ്യം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 380 നമ്മൾ 381 3 കൊണ്ട് ഡിവൈഡ് വെക്കാം. അപ്പോൾ എത്ര കിട്ടും? ആദ്യം 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 1, പിന്നെ 8 2 പ്രാവശ്യം അല്ലേ? 2, അപ്പോൾ 6, ബാക്കി എത്ര? 21 7 3 21. അപ്പോൾ നമുക്ക് 127 കിട്ടി. ഇനി നമുക്ക് 0 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു സ്ഥാനം കൂടി നീക്കി പോയിന്റ് ഇട്ടാൽ പോരെ? അപ്പോൾ ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് 12.7 കിലോഗ്രാം റബ്ബർ ഷീറ്റാണ് പെർ ഡേ കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വേണമെങ്കിൽ എഴുതാം ആവറേജ്. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് റബ്ബർ പെർ ഡേ അല്ലേ? പെർ ഡേ
സീക്വൽ ടു 12.7 കിലോഗ്രാം. ഇനി അതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. എന്താണത്? ദി പ്രൈസ് ഓഫ് എ കിലോഗ്രാം റബ്ബർ ഈസ് 175 റുപ്പീസ് അല്ലേ. അതായത് ഈ റബ്ബറിൻ്റെ വില 1 കിലോഗ്രാമിന് എത്ര കാശ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 175 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 175 രൂപയാണ് റബ്ബർ 1 കിലോഗ്രാമിന്. മനസ്സിലായില്ലേ? ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് എ ഡേ ഓൺ ആവറേജ് ദിസ് മന്ത് ഫ്രം റബ്ബർ. അതായത് ഈ കർഷകന് റബ്ബറിൽ നിന്ന് കിട്ടിയ മാധ്യ വരുമാനം, അതായത് ആവറേജ് വരുമാനം എത്രയാണെന്നാണ് ചോദ്യം അല്ലേ. പല ദിവസങ്ങളിൽ പല തൂക്കത്തിൽ റബ്ബർ കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടുന്ന ആവറേജ് എത്രയാണ്? 12.7 കിലോഗ്രാം അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുന്ന ആവറേജ് വരുമാനമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഏതിനെയാണ് ഗുണിക്കേണ്ടത്? അദ്ദേഹത്തിന് കിട്ടിയ ആവറേജ് റബ്ബർ എത്രയാണ്? 12.7 ആണ്. അപ്പോൾ ഈ 12.7 നമ്മൾ എന്ത് വേണം? 175 കൊണ്ട് ഗുണിക്കണം. മനസ്സിലായില്ല? അവിടെ തെറ്റിക്കരുത്. അപ്പോൾ ആവറേജ് ഇൻകം പെർ ഡേ ആണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആവറേജ് ഇൻകം വരുമാനം പെർ ഡേ, അതായത് ഒരു ദിവസം കിട്ടുന്ന ആവറേജ് വരുമാനം എത്രയാണ്? ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടുന്ന ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് റബ്ബർ എത്രയാണ്? 12.7 കിലോഗ്രാം ആണ്. അതിനെ നമ്മൾ എന്ത് വേണം? 1 കിലോഗ്രാമിന് 175 രൂപ വെച്ചിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഗുണിച്ചിട്ടാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കിയാൽ 2222.5 അല്ലേ. ഇത്ര റുപ്പീസ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഡെയിലി ആവറേജ് വരുമാനം എത്രയാണ്? 2222 രൂപ 50 പൈസ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ നോക്കിയാൽ ഒരു സ്ഥലത്ത് പെയ്ത മഴയുടെ, ഒരു മാസത്തിൽ പെയ്ത മഴയുടെ അളവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 54 മില്ലിമീറ്റർ വെച്ചിട്ട് 3 ദിവസം, 56 മില്ലിമീറ്റർ വെച്ചിട്ട് 5 ദിവസം, അങ്ങനെ നമുക്ക് മഴയുടെ കണക്കാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി എന്താണ് ചോദ്യം? വാട്ട് ഈസ് ദി മീൻ റെയിൻഫാൾ പെർ ഡേ ഡ്യൂറിങ് ദിസ് മന്ത്. അതായത് ഒരു ദിവസം പെയ്ത മഴയുടെ ഈ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മീൻ എത്രയാണ്, അതായത് മാധ്യം എത്രയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്കറിയാം അല്ലേ. ഇപ്പോൾ 3 ദിവസം 54, 5 ദിവസം 64. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇവിടെ ടോട്ടൽ റെയിൻഫാൾ കാണണം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത കോളത്തിൽ എഴുതാം ടോട്ടൽ റെയിൻഫാൾ. എങ്ങനെ കിട്ടും നമുക്ക്? 54 നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അല്ലേ. 54 × 3. അപ്പോൾ 54 × 3, പിന്നെ 56 × 5, 58 × 6, 55 × 3, 50 × 2, 47 × 4, 44 × 5, 41 × 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റെയിൻഫാൾ കിട്ടും അല്ലേ. ഇനി വേഗം ഒന്ന് ഗുണിച്ചിട്ട്, അപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് ഗുണിക്കണേ തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ ആ മാർക്ക് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഗുണിക്കാം ഇല്ലേ. അപ്പോൾ 54 × 3 162 കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ 56 × 5 280 കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ 58 × 6 348. പിന്നെ 55 × 3 165. 50 × 2 100. 47 × 4 188. ഇനി 44 × 5 220. 41 × 2 82 അല്ലേ. ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ ഇത് വേണം ഇതിൻ്റെ ടോട്ടൽ അല്ലേ. ടോട്ടൽ റെയിൻഫാൾ ഒന്ന് കൂട്ടി നോക്കിയാൽ എല്ലാവരും. അപ്പോൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1545 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. 1545 എത്ര ദിവസങ്ങളിൽ? അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 ദിവസം അല്ലേ. അപ്പോൾ 30 ദിവസത്തിൽ നമുക്ക് 1545. അപ്പോൾ ഇവിടെ ടോട്ടൽ അപ്പോൾ 30 ദിവസത്തിൽ മൊത്തം കിട്ടിയ റെയിൻഫാൾ എത്രയാണ്? മഴയുടെ അളവ് എത്രയാണ്? 1545 അല്ലേ. അപ്പോൾ ഒരു ദിവസം എത്ര കിട്ടിയിട്ടുണ്ടായിരിക്കും? മീൻ റെയിൻഫാൾ അല്ലേ. അതായത് മഴയുടെ മാധ്യമ അളവ് എത്ര വരും? 1545 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 മാറ്റി എടുത്തിട്ട് നമ്മൾ ആദ്യം 1545 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 15 5, പിന്നെ 4 4 3 1 പ്രാവശ്യം, ബാക്കി 15 15 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ നമുക്ക് 515 കിട്ടി.
3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി നമ്മൾ 30 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് വേണം? ഒരു 0 ഉണ്ട്. അപ്പോൾ 0-ന് പകരം ഒരു പോയിന്റ് കിട്ടി നീക്കി പോയിന്റ് ഇടാം അല്ലേ? കുത്തിടാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 51.5. അപ്പോൾ ഇവിടെ 51.5 മില്ലിമീറ്റർ ഏവറേജ് മഴയാണ് ഇവിടെ ഒരു ദിവസത്തിൽ കിട്ടിയത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ